സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഇനി എന്താണെന്നറിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരാണോ നിങ്ങൾ? പ്രതീക്ഷയുടെ ഒരു കണിക പോലും ഇല്ലാതെ വിഷാദത്തിന്റെ പടുകുഴിയിൽ വീണുപോയവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഉത്തർപ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അരുണിമ സിൻഹ ജനിച്ചത്. ചെറുപ്പം മുതലേ കായിക മത്സരങ്ങളോട് അവൾക്ക് അതീവ താല്പര്യമുണ്ടായിരുന്നു. അവൾ പതിയെ ഒരു ദേശീയ വോളിബോൾ താരമായി വളർന്നു. 2011 ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് അവളുടെ ജീവിതം മാറ്റിമറിച്ച സംഭവവികാസങ്ങളുണ്ടായത്. തന്റെ മാല പിടിച്ചുപറിക്കാൻ ശ്രമിച്ച മോഷ്ടാക്കളെ ചെറുക്കുന്നതിനിടയിൽ അവർ അവളെ മറ്റൊരു ട്രാക്കിലേക്ക് തള്ളിയിട്ടു. അതിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാതിരുന്ന അരുണിമയുടെ കാലിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങി. കുറേ നേരം മണിക്കൂറുകളോളം അവൾ ആരുടെയും സഹായമില്ലാതെ ആ റെയിൽവേ ട്രാക്കിൽ തന്നെ കിടന്നു. അവസാനം അവൾ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാർ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ് പറഞ്ഞത്. അരുണിമയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു കാൽ മുറിച്ചു മാറ്റണമെന്നതായിരുന്നു. സ്പോർട്സിനെ വളരെയധികം സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനാജനകമായൊരു തീരുമാനമായിരുന്നു. പലരും ആശുപത്രിയിൽ അവളെ കാണാൻ വന്നു, പലരും അവളെ ആശ്വസിപ്പിച്ചു, പലരും സഹതപിച്ചു. ഇനി അവൾ എന്ത് ചെയ്യുമെന്ന് പലരും ആശങ്കപ്പെട്ടു. പക്ഷേ അപ്പോഴെല്ലാം ആ വേദനകൾക്കിടയിലും അരുണിമ ഒന്നേ ചിന്തിച്ചുള്ളൂ: ജീവിതം എന്നെ തോൽപ്പിക്കുമോ അതോ ഞാൻ ജീവിതത്തെ തോൽപ്പിക്കുമോ? അങ്ങനെ ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ എവറസ്റ്റിനെ കുറിച്ച് കേട്ടത്. അവിടെ വെച്ച് അവളൊരു തീരുമാനമെടുത്തു: ഞാൻ എവറസ്റ്റ് കീഴടക്കും. പക്ഷേ ഈ ഒരു ലക്ഷ്യം അറിഞ്ഞവരെല്ലാം അവളെ പരിഹസിച്ചു. ഒരു കാല് മുറിച്ചു മാറ്റിയ പെൺകുട്ടി എങ്ങനെയാണ് എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നത്? ഇത് അസാധ്യമാണെന്ന് പറഞ്ഞവർ ചിരിച്ചു കഴിഞ്ഞു. പക്ഷേ ലോകത്തിന്റെ വലിയ നേട്ടങ്ങൾ പലതും ആരംഭിച്ചിട്ടുള്ളത് അസാധ്യമെന്ന് കരുതിയ വ്യക്തികളിൽ നിന്നായിരുന്നു. ആദ്യം അരുണിമയ്ക്ക് കൃത്രിമ കാൽ പഠിപ്പിച്ചു. പതിയെ അവൾ നടന്നു തുടങ്ങി. ആദ്യം നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. ഓരോ ചുവടും വേദനാജനകമായിരുന്നു. പതിയെ അവൾ നടന്നു തുടങ്ങി. അവൾ വീണു, നിരാശപ്പെട്ടു. വീണ്ടും അവൾ എഴുന്നേറ്റു. തന്റെ ലക്ഷ്യത്തിന്റെ അടുത്ത ചുവടുവയ്പിലേക്ക് അവൾ പ്രവേശിച്ചു. പ്രശസ്ത പർവതാരോഹകയായ ബചേന്ദ്രി പാലിനെ സമീപിച്ച് അവൾ തന്റെ ആഗ്രഹം അറിയിച്ചു. ആദ്യം ഒറ്റക്കാലുള്ള പെൺകുട്ടിക്ക്, ഒരു കൃത്രിമക്കാൽ ഘടിപ്പിച്ച പെൺകുട്ടിക്ക് ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ബചേന്ദ്രി പാൽ ആശ്ചര്യപ്പെട്ടുവെങ്കിലും പിന്നീട് അവൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. അങ്ങനെ അവളുടെ പരിശീലനം ആരംഭിച്ചു. മലകൾ കയറുക, മഞ്ഞിലൂടെ നടക്കുക, ഭാരമുള്ള ബാഗുകൾ ചുമക്കുക, ഓക്സിജൻ കുറവുള്ള സാഹചര്യങ്ങളെ നേരിടുക, അങ്ങനെ കഠിനമായിരുന്നു അവളുടെ പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ 2013 എവറസ്റ്റ് എന്ന സ്വപ്നത്തിലേക്ക് അവൾ പുറപ്പെട്ടു. ഓരോ ചുവടും ഓരോ പരീക്ഷണങ്ങളായിരുന്നു. കടുത്ത മഞ്ഞുവീഴ്ചയും ക്ഷീണവും ഓക്സിജന്റെ കുറവും ഒക്കെ അവളെ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോന്നവയായിരുന്നു. എങ്കിലും പിന്മാറാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. 2013 മെയ് 21 ആ സുദിനമെത്തി. അരുണിമ സിൻഹ എവറസ്റ്റിന്റെ കൊടുമുടിയിലെത്തി. അവൾ ലോകത്തിന്റെ നെറുകയിൽ നിന്നു. ഒരു കൃത്രിമ കാലുപയോഗിച്ച് അസാധ്യമെന്ന് കരുതിയ സ്വപ്നത്തിലേക്ക് അവൾ നടന്നു കയറി. അവൾ കരഞ്ഞു, ഹൃദയം പൊട്ടിക്കരഞ്ഞു. ഒരിക്കൽ സഹതാപത്തോടെ നോക്കിയ പെൺകുട്ടിയെ ഇന്ന് ലോകം ആദരവോടെ. അവൾ ലോകത്തിലെ ആദ്യത്തെ അമ്പ്യൂട്ടി എവറസ്റ്റ് ജേതാവായി. നിരവധി പുരസ്കാരങ്ങൾ അവളെ തേടിയെത്തി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവൾ പ്രചോദനമായി. വിധി ഒരു അപകടത്തിന്റെ രൂപത്തിൽ ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ തകർത്തപ്പോഴും അവളുടെ മനഃശക്തി അവളെ ലോകത്തിന്റെ നെറുകയിലെത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളാകാം, തൊഴിൽപരമായ പ്രശ്നങ്ങളാകാം, രോഗാവസ്ഥകളാകാം, ബന്ധങ്ങളിലെ വിള്ളലുകളാകാം, എന്തുതന്നെയാണെങ്കിലും ആ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഒരു പുതിയ പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി നിശ്ചയം. ജീവിതം നിങ്ങളെ താഴെയിടാം. വീണ്ടും എഴുന്നേൽക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിന്നാണ് നിങ്ങൾക്ക് മാറ്റമുണ്ട്. അരുണിമ സിൻഹയെപ്പോലെ സ്വപ്നങ്ങളുടെ ചിറകുകൾ വിധി മുറിച്ചു മാറ്റുമ്പോഴും അതിലും വലിയ സ്വപ്നങ്ങൾ കാണുവാനും അത് നേടുവാനും നമുക്ക് ശ്രമിക്കാം. എന്നെ കേൾക്കുന്ന ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ പ്രകാശമാകുവാൻ ഈ ഒരു സന്ദേശത്തിന് കഴിഞ്ഞാൽ ഞാൻ ധന്യയായി.